നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോർട്സാണ് WWE. ഞാനതിൻ്റെ എല്ലാ എപ്പിസോഡ്സും കാണുന്നതാണ്. ഇപ്പം മൺഡേ നൈറ്റ്സ് റോ ആണെങ്കിലും ഫ്രൈഡേ നൈറ്റ് സ്മാക്ക് ഡൗൺ ആണെങ്കിലും അതുപോലെ തന്നെ സ്പെഷ്യൽ ഷോകളൊക്കെ ആണെങ്കിലും ഞാനത് കാണുന്നതാണ്. അപ്പം ഇന്നലെയും ഇന്നുമായിട്ടായിരുന്നു റസൽമേനിയ 42 നടന്നത്. ജോൺസിനായിരുന്നു ഈ പ്രാവശ്യത്തെ റസൽമേനിയ ഹോസ്റ്റ് ആയിട്ട് വന്നത്. ഇന്നലെയും ഇന്നും നടന്ന റസൽമേനിയയിൽ നല്ലതുമുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, കുറച്ച് വിഷമം തരുന്ന ഇതുമുണ്ട്, കാര്യങ്ങളുണ്ട്. ഇപ്പം വിഷമം തരുന്നത് ആദ്യം തന്നെ പറഞ്ഞേക്കാം. ഇപ്പം വിഷമം തരുന്നതെന്ന് വെച്ചാൽ ഈ ബ്രോക്ക് ലെസ്നർ തിരിച്ചു വന്നെങ്കിലും WWE ബ്രോക്ക് ലെസ്നറിനെ വലിയൊരു ശക്തനാക്കാനായിട്ട് സാധിച്ചില്ല. ഒരു മോൺസ്റ്റർ ആക്കി ആ പഴയ ബീസ്റ്റാക്കി മാറ്റാനായിട്ട് സാധിച്ചില്ല. ഇപ്പം കഴിഞ്ഞ 2026 റോയൽ റംബിൾ, അതിൻ്റെ അകത്ത് ബ്രോക്ക് ലെസ്നറിനെ വളരെ സിമ്പിളായിട്ടായിരുന്നു കൂടി റോഡ്സും LA നൈറ്റ്സും കൂടെ എലിമിനേറ്റ് ആക്കിയേക്കണത്. അതേ ചൊല്ലി ഒരുപാട് ആളുകൾ പ്രതിഷേധിച്ചായിരുന്നു. ഇപ്പോൾ ഓൺലൈനിൽ കൂടെയൊക്കെ ഒരുപാട് ആളുകൾ പ്രതിഷേധിച്ചായിരുന്നു. കാരണം ഈ വിനി സ്മിത്ത് മാൻ ബ്രോക്ക് ലെസ്നറെ വലിയൊരു ബീസ്റ്റാക്കി കാണിക്കുകയും ട്രിപ്പിൾ എച്ച് ഒരു ജോക്കറാക്കി കാണിക്കുകയും ചെയ്തു ബ്രോക്ക് ലെസ്നറെ. അതേ ചൊല്ലി ഭയങ്കര ട്രോളുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഒബാഫെമിയായിട്ടായിരുന്നു ഈ പ്രാവശ്യത്തെ മാച്ച്. ഒബാഫെമിയായിട്ടൊക്കെ ഒരു വലിയൊരു സെഗ്മെൻറ്റും കൂട്ടത്തല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റസൽമേനിയ 42 ഒബാഫെമിയായിട്ടായിരുന്നു. ആ മാച്ചിൽ ബ്രോക്ക് ലെസ്നർ പരാജയപ്പെട്ടു. ആ മാച്ച് കഴിഞ്ഞ് ബ്രോക്ക് ലെസ്നർ ഉടനെയൊരു തീരുമാനമെടുത്ത് WWE റിട്ടയർ ചെയ്യണം. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഫീലായിപ്പോയി. എനിക്കും ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ബ്രോക്ക് ലെസ്നർ അത്രയും വേഗം പോകേണ്ട ഒരാളല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ ശാരീരിക അവസ്ഥകൾ കൊണ്ടായിരിക്കാം, ഇനി നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ കോമാളിയാവോ എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം ഇപ്പം തന്നെ റിട്ടയർ ചെയ്തത്. ഇപ്പോൾ WWE ലെജൻസ് റിട്ടയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ട്രാജഡി ആയിട്ടാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പം ജോൺസിനെയും റിക്സ് ഫ്ലെയറും ഷോൺ മൈക്കിൾസും അതുപോലെയുള്ള പിന്നെ AJ സ്റ്റൈൽസ് ഇവരൊക്കെ ഗോൾഡ്ബർഗ് ഇവരൊക്കെ റിട്ടയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പരാജയപ്പെട്ടാണ് ഇവർ റിട്ടയർ ചെയ്യുന്നത്. ഇപ്പോൾ റിട്ടയർ ഒരു മാച്ച് ഉണ്ട്, ലാസ്റ്റ് മാച്ച്, അതൊക്കെ പരാജയപ്പെട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് ബ്രോക്ക് ലെസ്നറിൻ്റെ. അങ്ങനെ ബ്രോക്ക് ലെസ്നർ WWE റിട്ടയർ ആയി. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് 2027 ഹോൾ ഓഫ് ഫെയിമിൽ ബ്രോക്ക് ലെസ്നറിനെ ഉൾപ്പെടുത്തുമായിരിക്കും. അതുപോലെ പിന്നെ നല്ലതെന്ന് പറഞ്ഞാൽ റോമൻ റീൻസ് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായി CM പങ്കുമായിട്ടുള്ളത്. പിന്നെ കോഡി റോഡ്സ് സ്റ്റിൽ അൺഡിസ്മിറ്റഡ് WWE ചാമ്പ്യനായി. പിന്നെ ലീ മോർഗൻ പുതിയ വുമൻസ് ചാമ്പ്യനായി. റിയ റിപ്ലിൻ പുതിയ വുമൻസ് ചാമ്പ്യനായി. പിന്നെ ഈ ഐഷോ സ്പീഡിൻ്റെ ഫസ്റ്റ് റസൽമേനിയ മാച്ച് ആയിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഞാൻ ഏറ്റവും കൂടുതലും ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ റസൽമേനിയ കാണാൻ വരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ്. അത് ഞാൻ ഈ പ്രാവശ്യവും നോക്കുന്നുണ്ടായിരുന്നു, എത്ര ആളുകളായിരിക്കും 2 നൈറ്റിലുള്ള അറ്റൻഡൻസ്. അപ്പം ജോൺസിനെയാണ് ഈ അറ്റൻഡൻസ് അനൗൺസ് ചെയ്യുന്നത് ഈ പ്രാവശ്യത്തെ ഹോസ്റ്റ് ആയതുകൊണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോൺ കോൾഡ് ആയിരുന്നു. ഇപ്പം നോക്കുമ്പോൾ റസൽമേനിയ 38 ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നത്. 1,56,000 എത്രയുണ്ട്. പിന്നെ ഉള്ളത് റസൽമേനിയ 40 അത് നോക്കുമ്പം 11,000 ആളുകൾ കുറവാണ്. 1,45,000. ഈ പ്രാവശ്യത്തെ റസൽമേനിയയിലെ 2 നൈറ്റിലെ അറ്റൻഡൻസ് നോക്കുമ്പോൾ ഞാനത് ഗൂഗിൾ ചെയ്ത് നോക്കിയതാണ്. 1,06,072 ആളുകളാണ് ഈ 2 നൈറ്റിലും വന്നത്. അപ്പോൾ എത്ര ആയിരക്കണക്കിന് ആളുകളുടെ 10,000കണക്കിന് ആളുകൾ കുറവുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം മനസ്സിലാവും ഇന്നത്തെ WWE താല്പര്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് അവർക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ചില നല്ല ക്യാരക്ടറുകളുണ്ടെങ്കിൽ, നല്ല റെസ്ലേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക്
വേണ്ട ഒരു ക്യാരക്ടർ, ഫൈറ്റ്, സ്റ്റോറി ഒന്നും കിട്ടുന്നില്ല. അതാണ് WWE താല്പര്യം കുറഞ്ഞു വരുന്ന ആളുകൾക്കിടയിൽ. 1,06,078 എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാൻ WWE താല്പര്യം എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന്. ഇപ്പം എന്താ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ റെസ്ലേഴ്സിൻ്റെ അവർക്ക് നല്ല ഫൈറ്റും സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ അവർക്ക് അർഹിക്കുന്ന ഒരു ഇത് കിട്ടുന്നില്ല. ഇപ്പോൾ പറയുകയാണെങ്കിൽ 2026 റോയൽ റംബിൾ. ഇപ്പോൾ റോയൽ റംബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ WWE സ്പെഷ്യൽ ഷോ ആണ്. അതിൽ വിന്നറാകുന്ന മെയിലിനും ഫീമെയിലിനാണ് റസൽമേനിയയിൽ ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത്. ആ റോയൽ റംബിൾ ഈ പ്രാവശ്യം നടത്തിയത് സൗദി അറേബ്യയിലാണ്. അതേ പറഞ്ഞ ഒരുപാട് ആളുകൾ ഒരുപാട് പിണക്കങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർ 2027 28 ആണെന്ന് തോന്നുന്നു അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് റസൽമേനിയ സൗദി അറേബ്യയിൽ നടത്തുന്നു. അപ്പോൾ അത് നടത്തിക്കഴിഞ്ഞാൽ ഇപ്പം കാണുന്ന പകുതി ആളുകൾ പോലും അന്ന് കാണത്തില്ലായിരിക്കും. കാരണം ഈ റസൽമേനിയ ഇതുപോലെ റോയൽ റംബിൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ USA മാത്രം നടത്തേണ്ട പ്രോഗ്രാമാണ്. അവിടുത്തെ ആളുകളാണ് ഇതിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് എടുത്തത്. അത്രയും വലിയൊരു ഒരു കമ്പനിയാക്കി മാറ്റിയത്. അപ്പം പിന്നെ റോയൽ റംബിളിൽ ബ്രോക്ക് ലെസ്നറിൻ്റെ എലിമിനേഷൻ പെട്ടെന്നായതുകൊണ്ട് അതൊക്കെ കണ്ടപ്പോൾ ആളുകൾക്ക് അത്രയും ഇഷ്ടപ്പെടുന്നില്ല ഇന്നത്തെ. പണ്ട് വിനീസ് മിക്മാൻ WWE വലിയ രീതിയിൽ കൊണ്ടുപോയി. പക്ഷെ ട്രിപ്പിൾ എച്ചിന് അത് സാധിക്കുന്നില്ല. ഇപ്പം കണ്ടന്റുകൾ കിട്ടുന്നുണ്ടെങ്കിലും അത് ജനങ്ങൾക്കിടയിൽ വർക്ക് ആവുന്നില്ല. അപ്പം കഴിഞ്ഞ 2026 റോയൽ റംബിൾ ക്രിസ് ജെറിക്കോ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇപ്പം ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. ഈ കൗണ്ട് ഡൗൺ, ഇപ്പോൾ ഈ ഇത് കഴിയുമ്പോൾ ഒരു ലൈവ് ഉണ്ട്, കൗണ്ട് ഡൗൺ പ്രീ ഷോ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആളുകൾ ഭയങ്കരമായിട്ട് വിളിക്കുമായിരുന്നു ക്രിസ് ജെറിക്കോ എന്ന്. ഇപ്പം എല്ലാ ഇതും കഴിയുമ്പോൾ ട്രിപ്പിൾ എച്ച് അനൗൺസ് ചെയ്യും ഇതൊരു പുതിയൊരു ഏറയാണ്. പക്ഷെ അത് ജനങ്ങൾക്കിടയിൽ വർക്കാകുന്നില്ല. അതിൻ്റെയൊക്കെ പോരായ്മകളാണ് ഇന്ന് റസൽമേനിയയിൽ ഓഡിയൻസിൻ്റെ ഇടയിൽ ബാധിച്ചിരിക്കുന്നത്. അപ്പം ഈ റസൽമേനിയ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ റോ നാളെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം പുതിയ മാറ്റങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക പുതിയ സ്റ്റോറികളും ഒക്കെ വന്ന് പഴയതുപോലെ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. അപ്പം എന്താ പറയുക റസൽമേനിയ എന്ന് പറഞ്ഞാൽ WWE ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലാണ്. പക്ഷേ ആ ഫെസ്റ്റിവലിൽ ഈ പ്രാവശ്യത്തെ അറ്റൻഡൻസ് വളരെ കുറവായിപ്പോൾ അതെനിക്കൊരു വലിയൊരു വിഷമം ഫീൽ ചെയ്തു. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഇനി വരുന്ന നാളത്തെ റോ ആഫ്റ്റർ റസൽമേനിയ എപ്പിസോഡിലൊക്കെ റോമൻ റെയിൻസ് ചാമ്പ്യനായിട്ട് വരുന്നു, കൂടി റോഡ്സൊക്കെ. അപ്പം വലിയ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോയിട്ട് നല്ല നല്ല സ്റ്റോറികൾ വന്നിട്ട് ഈ ഒതുങ്ങിക്കിടക്കുന്ന ആളുകളെയൊക്കെ നല്ല ക്യാരക്ടറുകൾ കൊടുത്ത് അവരെ WWE വളർത്തിയെടുക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത് കേട്ട എല്ലാവരോടും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.